ഹൈദർമരക്കാരെ തൂക്കാൻ വേണ്ടി തമിഴ്നാട്ടിൽ നിന്നും വന്ന രാമയ്യൻ എന്ന അരച്ചാർ ആക്സിഡന്റിൽ പെട്ട് മരിച്ചു. ഹൈദരെ കൊല്ലാൻ പറ്റില്ലെന്ന് പറഞ്ഞ് എഴുതി തന്നിട്ട് പൊയ്ക്കോ. നീ കെട്ടിത്തൂക്കിയാലും ഞാൻ ചാവില്ല. ജയിലിന്റെ ഒരു വാതിലും ഹൈദരുടെ മുമ്പിൽ തുറക്കാതിരുന്നിട്ടില്ല. മറ്റേതെങ്കിലും സ്റ്റേറ്റിൽ നിന്ന് ഒരു എക്സിക്യൂഷണറെ, ഇനി ഏത് സ്റ്റേറ്റിൽ നിന്ന്? അവനെതിരായ ഒരു ചെറുവിരൽ നനക്കാൻ പോലും നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് കഴിയില്ല. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, എല്ലാം തികഞ്ഞ ഒരു അക്ഷയപാത്രമാണല്ലോ തന്റെ സുഹൃത്ത് നരസിംഹ മന്നാടിയാർ. പറ, ആരാച്ചാരെ എവിടെന്നെങ്കിലും ഉണ്ടായിക്കൊണ്ടുവരാൻ. ഇപ്പോഴുള്ള മന്നാടിയാറുടെ മുത്തച്ഛന്റെ കാലത്ത് കാമാക്ഷിപുരം നാട്ടുരാജ്യമായിരുന്നു. 10-20 വർഷങ്ങൾക്ക് മുമ്പ് ചെങ്കോലും കിരീടവും വെച്ച് ഈ കാമാക്ഷിപുരം ഭരിച്ചിരുന്ന നാടുവായി. മുത്തച്ഛന്റെ പുനർജന്മമാണ് ഇപ്പോഴത്തെ നരസിംഹ മന്നാടിയാറെന്ന് ഈ കാമാക്ഷിപുരത്തെ ജനങ്ങൾ വിശ്വസിക്കുന്നു. നരസിംഹം, ഹാഫ് മാൻ ഹാഫ് ലയൺ. ആരാ ഹൈദരെ കാണാൻ വന്നിരിക്കുന്നത്? ഞാൻ നരസിംഹ മന്നാടിയാർ. എനിക്ക് നഷ്ടപ്പെട്ട എന്റെ അനിയൻ മറ്റുള്ളവർക്കൊക്കെ വെറും വീരസിംഹൻ മാത്രമായിരിക്കും. എനിക്കങ്ങനെയല്ല. അവൻ എന്റെ എല്ലാമായിരുന്നു. ഒരു രാത്രിയിലധികം നേരം നിന്നെ പിരിഞ്ഞിരുന്ന ഓർമ്മ എനിക്കില്ല. വീരസിംഹ മന്നാടിയാർ. അവനെയാണ് ഹൈദർ നടു റോട്ടിലിട്ട് വെട്ടിമുറുക്കി കൊന്നത്. മറന്നും പുറത്തുമൊക്കെ ജീവിക്കാൻ ഞാൻ ബ്രാഹ്മണനോ ശൂദ്രനോ വൈശ്യനോ ഒന്നും അല്ല. മന്നാടിയാർ ക്ഷത്രിയനാണ്. ക്ഷത്രിയൻ. ഭദ്ര, വണ്ടി ഇറക്ക്. ഗംഗയിൽ നിമഞ്ജനം ചെയ്യേണ്ടിരുന്ന ചിതാഭസ്മത്തിന്റെ പരിശുദ്ധി നിനക്കറിയില്ല. കാശിയിൽ ഒഴുകേണ്ട ഈ ഭസ്മം തൽക്കാലം ഡ്രെയിനേജിൽ ഒഴുകട്ടെ. അയ്യോ, എന്റെ മോനെ. എനിക്കൊരു മേജർ ഓപ്പറേഷൻ വേണം. എന്റെ കാല് മുറിച്ചു കളയണം. ഈ ജന്മത്ത് ഹൈദരെ തൂക്കിക്കൊല്ലാൻ നിങ്ങൾക്കാവില്ല. അവൻ ഇനിയും രക്ഷപ്പെടും. ഈ റാസ്കലിനെ ആരാ പോലീസിന്റെ പണി ഏൽപ്പിച്ചത്? നിന്റെ തന്ത. 5-5 വോട്ടിന്റെ ബലത്തിൽ MLA ആയവൻ ആജ്ഞാപിക്കണ്ട. ഇനി എന്റെ ഊഴം. നീ എണ്ണി തുടങ്ങിക്കോ. മന്നാടിയാർക്ക് സമം മന്നാടിയാർ തന്നെ. നിന്നെ തൂക്കാൻ ഇവിടുത്തെ നിയമത്തിന് ഭയമായിരുന്നു. മരിക്കാൻ നിനക്കും. പക്ഷേ രണ്ടിനും മന്നാടിയാർക്ക് ഭയല്ല. ഒരുങ്ങിയിരുന്നോ നീ? നിയമം തോറ്റെടുത്ത് മന്നാടിയാർ ജയിക്കണം. നിയമത്തിന്റെ തൂക്കുമരത്തിൽ നിന്ന് നീ രക്ഷപ്പെട്ടു. മന്നാടിയാരുടെ കയ്യിൽ നിന്ന് നീ രക്ഷപ്പെടും. നിനക്കുള്ള വധശിക്ഷ ഞാൻ നടപ്പാക്കും. മുത്തച്ഛൻ പറയാറുണ്ട്, തീരിനൊരിക്കലേ മരിക്കൂ, തീരു 1000 പ്രാവശ്യം ചത്തുപിഴയ്ക്കൂ. നീ തന്നെ വേണം എന്നെ തൂക്കാൻ. കന്നി തൂക്കാൻ. കൈ വറക്കരുത്.